അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പഴയ ഷോപ്പിൽ നിൽക്കുമ്പോൾ പുതിയ ഷോപ്പിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കോൾ വന്നു. 10:55 അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, 7:30 എന്ന് പറയുമ്പോൾ തന്നെ ഉച്ചക്കൻ്റെ ചൂടായിരിക്കും. അപ്പോൾ പിന്നെ 10:45 കാര്യം പറയേണ്ടതില്ലല്ലോ. എന്നാലും നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. നമ്മുടെ കട വരുന്നതെന്ന് വെച്ചാൽ പഴയ ഷോപ്പിൻ്റെയും പുതിയ ഷോപ്പിൻ്റെയും സെൻട്രലായിട്ട് നമുക്ക് മസ്കറ്റ് ബാങ്ക് വരുന്നുണ്ട്, ദോഫാർ ബാങ്കും വരുന്നുണ്ട്. അതാണ് നമ്മുടെ അടയാളം. അവിടുന്ന് കുറച്ചും കൂടി പോയാൽ നമ്മുടെ പുതിയ ഷോപ്പ് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നാട്ടിലെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പക്ഷേ ഇവിടുത്തെ ചൂട് ഭയങ്കരമാണെങ്കിലും കൊള്ളാൻ പറ്റിയൊരു ചൂടാണ്. ഒരു നോവുന്ന വേദനയുള്ള ചൂട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അതാ കാണാനാണ് നമ്മുടെ കട, നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഗോഡൗണിലേക്ക് മാറ്റണം. ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഗോഡൗണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പുറത്ത് AC എല്ലാവരും പണി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സാധനം ഏറ്റിയപ്പോൾ തന്നെ നമുക്ക് വയ്യാതായി. കാരണം പുറത്തത്തെ വെയിൽ, അപ്പോൾ പുറത്ത് നിൽക്കുക ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഉള്ളിൽ AC നിൽക്കുന്നവരിൻ്റെ സുഖമല്ല പുറത്തുള്ളവരെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഭയങ്കര ചൂട്. അപ്പോൾ നമ്മളൊരു മാനേജർ പറഞ്ഞ് കുറച്ചപ്പുറത്ത് നമ്മുടെ നാട്ടിലൊരു വേപ്പ് മരമുണ്ട്, അതിൻ്റെ താഴത്ത് വരുന്ന ഭയങ്കര കാറ്റാണെന്ന് പറഞ്ഞു. അവിടെ പോയിരുന്ന് നോക്കി, അയ്യോ സ്വർഗം, എന്താ കാറ്റ്! നാട്ടിൽ ആ ഒരു പ്രതീതി തന്നെ കിട്ടി. ഇതാണ് നമ്മുടെ ആര്യവേപ്പ്, നല്ല തളിർത്ത് പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ, ഭയങ്കര രസമാണ് ഇതിൻ്റെ താഴെ പോയി ഇരിക്കാനായിട്ട്. കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12 ആനി അതിൻ്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിൻ്റെ കാവല്. അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പഴയ ഷോപ്പിൽ നിൽക്കുമ്പോൾ പുതിയ ഷോപ്പിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കോൾ വന്നു. 10:55 അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, 7:30 എന്ന് പറയുമ്പോൾ തന്നെ ഉച്ചക്കൻ്റെ ചൂടായിരിക്കും. അപ്പോൾ പിന്നെ 10:45 കാര്യം പറയേണ്ടതില്ലല്ലോ. എന്നാലും നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. നമ്മുടെ കട വരുന്നതെന്ന് വെച്ചാൽ പഴയ ഷോപ്പിൻ്റെയും പുതിയ ഷോപ്പിൻ്റെയും സെൻട്രലായിട്ട് നമുക്ക് മസ്കറ്റ് ബാങ്ക് വരുന്നുണ്ട്, ദോഫാർ ബാങ്കും വരുന്നുണ്ട്. അതാണ് നമ്മുടെ അടയാളം. അവിടുന്ന് കുറച്ചും കൂടി പോയാൽ നമ്മുടെ പുതിയ ഷോപ്പ് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നാട്ടിലെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പക്ഷേ ഇവിടുത്തെ ചൂട് ഭയങ്കരമാണെങ്കിലും കൊള്ളാൻ പറ്റിയൊരു ചൂടാണ്. ഒരു നോവുന്ന വേദനയുള്ള ചൂട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അതാ കാണാനാണ് നമ്മുടെ കട, നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഗോഡൗണിലേക്ക് മാറ്റണം. ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഗോഡൗണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പുറത്ത് AC എല്ലാവരും പണി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സാധനം ഏറ്റിയപ്പോൾ തന്നെ നമുക്ക് വയ്യാതായി. കാരണം പുറത്തത്തെ വെയിൽ, അപ്പോൾ പുറത്ത് നിൽക്കുക ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഉള്ളിൽ AC നിൽക്കുന്നവരിൻ്റെ സുഖമല്ല പുറത്തുള്ളവരെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഭയങ്കര ചൂട്. അപ്പോൾ നമ്മളൊരു മാനേജർ പറഞ്ഞ് കുറച്ചപ്പുറത്ത് നമ്മുടെ നാട്ടിലൊരു വേപ്പ് മരമുണ്ട്, അതിൻ്റെ താഴത്ത് വരുന്ന ഭയങ്കര കാറ്റാണെന്ന് പറഞ്ഞു. അവിടെ പോയിരുന്ന് നോക്കി, അയ്യോ സ്വർഗം, എന്താ കാറ്റ്! നാട്ടിൽ ആ ഒരു പ്രതീതി തന്നെ കിട്ടി. ഇതാണ് നമ്മുടെ